പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സുപ്രധാനമായ ആ നിമിഷം വന്നു ചേർന്നിരിക്കുകയാണ്. കാശ് 10 ലക്ഷം രൂപയാണ് തനിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയാകെ ടെൻഷനിലായിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇനി ഇതിൻ്റെ പേരിൽ തനിക്ക് PR ഗ്രൂപ്പിൽ പോകേണ്ടി വരുമോ എന്നുള്ള ഭയം തന്നെയാണ്. എന്നാൽ ഇതേ സമയം സുമിത്രയും ബലരാമനും ചേർന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നിലേക്ക് നീക്കുകയാണ്. പൈസ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്തായാലും ആ തുക മടക്കി തരാൻ അവർക്ക് പറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായി വരും. അവർക്ക് നമ്മുടെ മുൻപിൽ മുട്ട് മടക്കേണ്ടതായി വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ ബലരാമൻ ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. അതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകരുത് എന്ന് വ്യക്തമാക്കുകയാണ് ബലരാമൻ. മാത്രവുമല്ല, ആ കൃഷ്ണന് ഇഷ്ടപ്പെട്ടതെല്ലാം അവനിൽ നിന്ന് എനിക്ക് പിടിച്ചു വാങ്ങണം. ഇത് കേൾക്കുന്ന സുമിത്ര, നിന്റെ ആഗ്രഹം നടക്കും. അതെല്ലാം നടത്തി തരാനല്ലേ നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ടതില്ല. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ശക്തമായി കൂടെ തന്നെയുണ്ട്. ഒരിക്കലും നിനക്ക് റിഗ്രറ്റ് ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, എടാ എന്നാണ് നീ തിരികെ വരുന്നത് എന്ന് സുമിത്ര ചോദിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഞാൻ തിരികെ വരുന്നുണ്ട്, ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, കൺമണി നല്ല കുട്ടിയാടാ, നിനക്ക് ചേരും എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സുമിത്ര. ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ചിരിക്കുകയാണ് ബലരാമൻ. എന്തായാലും ഞാൻ നാട്ടിലേക്ക് വരട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ എന്തായി എന്ന് അറിയാതെ വിഷമിക്കുകയാണ് നമ്മുടെ സാഗറും കൂട്ടരും. ഇത്രയും നല്ല ഡിസൈനർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യം അവരെ കുഴയ്ക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു ഉത്തരം ലഭിച്ചേ മതിയാകൂ. അത് അത്യാവശ്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് ദേവ്ജിയും കൂട്ടരും പരക്കം പായുകയും ചെയ്തിരിക്കുകയാണ്. കൃഷ്ണനും ടെൻഷൻ കൂടിക്കൂടി വരികയും ചെയ്യുന്നു. ഇതേ സമയം വീണ്ടും ഓഫീസിലേക്ക് തിരികെ എത്തുന്ന കൺമണി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് ദേവ്ജി പുതിയ ഡിസൈനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒടുവിൽ ദേവ്ജിക്ക് ആ ഡിസൈനിന്റെ ഒരു പകർപ്പ് ലഭിച്ചിരിക്കുകയാണ്. ആ പകർപ്പുമായി തിരികെ ഓഫീസിലേക്ക് എത്തുന്ന ദേവ്ജി ഇതേ തുടർന്ന് അത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ഡിസൈനിനാണ് അവർ എല്ലാ കാര്യവും സാധിച്ചെടുത്തത്. മാത്രവുമല്ല, ഇനി നമുക്ക് വെല്ലുവിളിയായി വരുന്നത് ഈ ഡിസൈൻ വരച്ച ആള് തന്നെ ആയിരിക്കും എന്ന് ദേവ്ജി ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് താൻ വരച്ച ഡിസൈനാണ് അതെന്നുള്ള യാഥാർത്ഥ്യം കൺമണി തിരിച്ചറിയുന്നത്. ഇതോടെ കൺമണിയാകെ ഭയന്നു പോകുന്നു. കാര്യങ്ങൾ ഇവിടെയുള്ളവർ അറിയുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക? എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുകയില്ലേ എന്നീ സംശയങ്ങൾ മനസ്സിലേക്ക് കയറി വരികയും ചെയ്തതിനെ തുടർന്ന് ഉറക്കം നഷ്ടപ്പെടുകയാണ് കൺമണിയുടെ. മാത്രവുമല്ല, ഇപ്പോൾ അലിക ഡിസൈൻസിൽ നിന്ന് താൻ റിസൈൻ ചെയ്തു പോവുകയാണ് എങ്കിൽ എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കും എന്നുള്ള കാര്യം കൺമണി ഉറപ്പിക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന കൺമണി ഇതേ തുടർന്ന് ഋഷിനെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഋഷി ഇപ്പോൾ വളരെ മാന്യമായും സ്നേഹത്തോടെയുമാണ് എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ കൃഷിന് മനസ്സിലാക്കാൻ സാധിക്കും. സോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് കൺമണി. ഇതോടെ കൃഷ്
പറയുകയാണ്. എന്താണ് കൺമണിക്ക് എന്നോട് പറയാനുള്ളത്? എന്തെങ്കിലും അർജന്റ് കാര്യമാണോ? എന്നോട് പറയാനുള്ളത് പറയൂ. ഇതോടെ ക്രിസ് സാർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പക്ഷേ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്ക് കൃത്യമായി അറിയുകയില്ല. ഇത് കേൾക്കുന്ന കൃഷ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. കൺമണിക്ക് തന്നെ ഇഷ്ടമാണ് എന്നാണോ കൺമണി പറയാൻ പോകുന്നത്? ആ സംശയം കൃഷിന്റെ മനസ്സിലേക്ക് കടന്നു വരികയും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് കൃഷ് ഭയപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൃഷ്, എന്തായാലും പറയാനുള്ളത് പറയൂ കൺമണി, എന്നാലല്ലേ കാര്യങ്ങൾ അറിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി ഒരു ദീർഘശ്വാസം എടുക്കുകയാണ്. കൃഷ് സാർ, PR ഗ്രൂപ്പിന് വേണ്ടി ആ ഡിസൈൻ വരച്ചത് മറ്റാരുമല്ല, നിങ്ങൾ തേടി നടക്കുന്ന ആൾ ഈ ഓഫീസിൽ ഉള്ള ആൾ തന്നെയാണ്. ഇത് കേൾക്കുന്ന കൃഷ് ഒന്ന് ഞെട്ടിപ്പോകുന്നു. എന്ത്? ഈ ഓഫീസിലുള്ള ആളോ? അതാരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. കൺമണിക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിയുക? കൺമണിയോട് ആരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്? സത്യം എന്നോട് പറയണം. കാരണം എനിക്കറിയണം ആ ഡിസൈനർ ആരാണ് എന്നുള്ള സത്യം. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ, ക്രിസ് സാർ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് ആ ഡിസൈൻ വരച്ചത്. ഇത് കേൾക്കുന്ന കൃഷ് ആകെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ കൺമണി, നീ തമാശ പറയുകയാണോ? എനിക്ക് മനസ്സിലായില്ല. ക്രിഷ് സാർ, ഞാൻ തമാശ പറയുന്നതല്ല, ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നത്. ആ ഡിസൈൻ വരച്ചത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ ചേട്ടൻ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തു കൊടുത്തത്. അല്ലാതെ അലിഗ ഡിസൈൻസിനെ ചതിക്കണം എന്ന് കരുതി ഒരിക്കലും ചെയ്ത കാര്യമല്ല. ക്രിഷ് സാർ അത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ സത്യം ഇപ്പോൾ പറയുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി വളരെയധികം സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് ക്രിഷ് തിരിച്ചറിയുകയാണ്. മാത്രവുമല്ല, 10 ലക്ഷം രൂപയാണ് ഇതിന് പ്രതിഫലമായി തനിക്ക് PR ഗ്രൂപ്പിലെ സുമിത്ര നൽകിയത് എന്നുള്ള സത്യവും സമ്മതിക്കുന്നതിനായി കൺമണി തയ്യാറായത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു കൃഷിന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.